ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. UK ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന് 5 വർഷമാകുമ്പോൾ PR വേണ്ടി അപ്ലൈ ചെയ്യാം. 5 വർഷമാകുന്നതിന് 28 ദിവസം മുന്നേ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് UK സൈറ്റിൽ, അതായത് gov.uk എന്ന സൈറ്റിലേക്ക് പോവുക. അവിടെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ഫാമിലി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. അതിൽ അപ്ലൈ ആസ് എ പാർട്ണർ ഡിപ്പെൻഡൻറ്റ് ഓൺ എ വർക്ക് വിസ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു ലിങ്ക് അതിൽ കാണും. അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അതിൽ നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതർ ഹോം ഓഫീസിലേക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ സ്റ്റില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ നിങ്ങളുടെ ഇമെയിൽ രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞാൽ അത് ആപ്ലിക്കൻ്റെ ഇമെയിലാണ് എന്നുള്ള രീതിയിൽ തന്നെ അത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ ഇല്ല എന്ന് പറയുക. ഇനി ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കും. സ്കിൽഡ് വർക്കർ, ടയർ 2 ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ ഡിപ്പെൻഡൻ്റ് എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്പോൺസറുമായിട്ടുള്ളത് പാർട്ണറാണോ എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത പേജിൽ ഡിപ്പെൻഡൻ്റ്, അതായത് വൈഫിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. എന്നിട്ട് വൈഫിൻ്റെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ കൊടുത്താലും മതിയാകും. അത് കഴിഞ്ഞിട്ട് അവർക്ക് EVF അല്ലെങ്കിൽ GWF നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നോന്ന് കൊടുത്തു. ഇനി ഈ പാർട്ണർ വന്നത് സ്കിൽഡ് വർക്കർ വിസയിലാണ്. അത് കഴിഞ്ഞിട്ട് COS നമ്പർ ചോദിക്കും. മിക്കവാറും എല്ലാവരും ഈ NHS-ലായതുകൊണ്ട് അവരുടെ COS നമ്പർ ഉണ്ടാവും അവരുടെ കയ്യിൽ. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു പേജിൽ വരും, അത് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആപ്ലിക്കൻ്റ്, അതായത് നമ്മുടെ ആരാണോ PR എടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസാണ് പിന്നെ ചോദിക്കുന്നത്. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ടെലിഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് കോഡ് ചോദിക്കും, നമ്മുടെ വീട്ടിൻ്റെ അഡ്രസ്സ് ചോദിക്കും, അതെല്ലാം കൊടുക്കുക. പിന്നെ നമ്മുടെ ജെൻഡർ ചോദിക്കും, പിന്നെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, നമ്മുടെ നാഷണാലിറ്റി, കൺട്രി ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അതെല്ലാം കൊടുക്കുക. അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, വാലിഡ് അണ്ടിൽ, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്, അതെല്ലാം കൊടുക്കുക. പിന്നെ ഏതെങ്കിലും വേറെ നാഷണാലിറ്റീസ് നിങ്ങൾക്കുണ്ടോ, പിന്നെ ലിവിങ് അറ്റ് യുവർ ഹോം അഡ്രസ്സ്, എത്ര നാളായിട്ട് നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ UK എൻ്റർ ആയതെന്നാണ് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, അതായത് നമുക്കിപ്പോൾ BRP കാർഡ് ഉണ്ടാവും, അത് കൊടുക്കുക. പിന്നെ വിസ ടു ലീവ് ടു എൻ്റർ ഓർ റിമെയിൻ, അതിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് BRP ലാസ്റ്റ് ഇയറിൽ നമ്മൾ റിന്യൂ ചെയ്തപ്പോൾ നമുക്കൊന്ന് മെയിലിൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്, വിസയുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. നമ്മുടെ ക്രൗൺ ഡിപ്പെൻഡൻസീസിലോ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. പിന്നെ നമ്മുടെ ലീവുകൾ, നമ്മൾ വെക്കേഷൻ പോയ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും, ഓരോന്നായിട്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയതോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കേഷൻ പോയതോ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുക. പിന്നെ നമ്മൾ അതർ കൺട്രീസിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അങ്ങനെ ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് അവർ ചോദിക്കും. പിന്നെ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറും കൊടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ലൈഫ് ഇൻ ദി UK എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. ഈ ടെസ്റ്റ് നമ്മൾ ആദ്യം തന്നെ എഴുതി പാസ്സാവണം. ആ പാസ്സായി കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റും അതിനൊരു റെഫറൻസ് നമ്പറും ഉണ്ട്. ആ റെഫറൻസ് നമ്പറാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ലൈഫ് ഇൻ ദി UK ടെസ്റ്റിന് നമുക്ക് ചിലവാകുന്നതൊരു 150 അറൗണ്ട് എമൗണ്ട് ആണ്. ആ 150 അടച്ച് നമ്മളത് പഠിക്കണം. അത് യൂട്യൂബിലെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷ് എബിലിറ്റി. നമ്മുടെ ഇംഗ്ലീഷ് എബിലിറ്റിയുടെ ടെസ്റ്റ്, അതും ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ അതിന് യൂട്യൂബിൽ കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ പഠിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം. അതല്ല നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മതിയാവും. എനിക്ക് ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് UK ENIC എന്ന് പറയുന്ന ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നമുക്ക് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് 250 പൗണ്ടാണ് അതിന് ചിലവാകുന്നത്. നമ്മുടെ ഇവിടെ വേറെ ഏതെങ്കിലും ജോലിക്കോ ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും UK ENIC-ൻ്റെ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഈക്വലൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് വേണ്ട.
പിന്നെ ഉള്ളത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇമിഗ്രേഷൻ്റെ സമയത്ത്, പിന്നെ ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ, കൺവിക്ഷൻസോ പെനാൽറ്റീസോ അങ്ങനെ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നോർമലി നോർമലി ഉള്ളത്. അപ്പോൾ നമ്മളങ്ങനെ അതെല്ലാം ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ഹോം ഓഫീസിൻ്റെ ഒരു റെഫറൻസ് നമ്പർ ചോദിക്കും. അപ്പോൾ നമുക്ക് ഹോം ഓഫീസിൻ്റെ റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് മൂവ് ആവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസെൻറ്റ് കൊടുക്കുക. ഹോം ഓഫീസിന് നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ട്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ടുള്ള കൺസെൻറ്റ്, ഒരു ഡൗൺലോഡ് ഫോമിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ഫാമിലി കൺസെൻറ്റും ഉണ്ട്, ഒന്നുള്ളത് പാർട്ട്ണറിൻ്റെ കൺസെൻറ്റാണ്. ഈ 2 ഫോമും നമ്മൾ സൈൻ ചെയ്തിട്ട് ഈ ഫോമെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സൈറ്റിലേക്ക് തന്നെ. അത് കഴിയുമ്പോൾ റിക്കവർഡ് ഡോക്യുമെൻസിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണിക്കും. ആ റിക്കവർഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കുള്ളത് അടുത്ത നെക്സ്റ്റ് പേജ് വരുന്നത് ചൂസ് എ സർവീസാണ്. ഇതിൽ 5 ഡേയ്സിൽ നമുക്ക് PR-ൻ്റെ ഡിസിഷൻ കിട്ടുന്ന ഒരു സർവീസ് ഉണ്ട്. 3385 പൗണ്ടാണ്. നോർമൽ സർവീസ് ആണെങ്കിൽ 2885 പൗണ്ടാണ്. പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു 5 ഡേയ്സിനുള്ളിൽ തന്നെ PR-ൻ്റെ ഡിസിഷൻ കിട്ടുകയാണ് ഏറ്റവും നല്ലത്. കാര്യം ആ ഡേ തൊട്ടിട്ടാണ് നമുക്ക് 1 ഇയർ നമ്മുടെ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 500 പൗണ്ടിൻ്റെ ഡിഫറൻസ് വരുന്നത് നോക്കാതെ 5 ഡേയ്സ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ചെയ്തത് 5 ഡേയ്സിൻ്റെതാണ്. വിത്തിൻ 5 ഡേയ്സ് തന്നെ ഡിസിഷൻ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് പേജിൽ നമുക്ക് നമ്മുടെ കൺസെൻറ്റ് ഫോംസ് ഡൗൺലോഡ് ചെയ്യാനും നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും പിന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. അവിടെയാണ് നമ്മൾ പേയ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ അത് റീഡയറക്റ്റ് ചെയ്തിട്ട് വെബ് പേയിലേക്ക് പോകും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് യുവർ അപ്പോയിൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ TLS കോൺടാക്റ്റ് എന്നുള്ള വേറൊരു സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഈ TLS കോൺടാക്റ്റിലാണ് നമ്മൾ പോയിട്ട് നമ്മുടെ PR-ന് വേണ്ടിയിട്ട് നമ്മുടെ ഫിംഗേഴ്സും ബാക്കിയെല്ലാം കൊടുക്കേണ്ടത്. അവിടെ നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്താൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള സർവീസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അവിടെ സെൽഫ് സർവീസിൽ തന്നെ നമുക്ക് 60 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് 8 o'clock തൊട്ടുള്ള 10 മണി വരെയുള്ള ഇതിൻ്റെ ഇടയിലുള്ള നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് കിട്ടും, സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റ്സ്. ആ സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. സെൽഫ് സർവീസ് തന്നെയാണ്, പക്ഷേ സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് ഈ സൈറ്റിൽ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കുണ്ട്. അതിലേക്ക് അവർ ചോദിച്ചിട്ടുള്ള നമ്മുടെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാത്തിൻ്റെയും ഒരു കോപ്പി കയ്യിൽ സൂക്ഷിക്കുക. പക്ഷേ അവർ നമ്മുടെ കറണ്ട് പാസ്പോർട്ട് മാത്രമേ അവിടെ ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ്റെ ലിസ്റ്റും നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു ബാർകോഡുണ്ട്. ആ ബാർകോഡിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ മെയിലിൽ നമുക്ക് വരുന്ന ബാർകോഡോ അവിടെ കാണിച്ചാൽ മതിയാവും നമുക്ക് കയറാനായിട്ട്. നമ്മുടെ BRPയും ഈ പറയുന്ന പോലെ പാസ്പോർട്ടും നമ്മൾ വെച്ചേക്കുക. നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററോ അല്ലെങ്കിൽ ആ നമ്പറോ നമുക്കവിടെ എൻ്റർ ചെയ്യേണ്ടി വരും. 5-6 കൗണ്ടറുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല രാവിലത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ലെറ്റർ സ്കാൻ ചെയ്യുക, അത് കഴിഞ്ഞ് പാസ്പോർട്ട് സ്കാൻ ചെയ്യുക, പിന്നെ ഫിംഗർ സ്കാൻ ചെയ്യുക, ഫോട്ടോ എടുക്കുക. അതോടുകൂടി PR-ൻ്റെ ഏകദേശമുള്ള നടപടികളെല്ലാം പൂർത്തിയാവും.